നമസ്കാരം. സീറ്റൊക്കെ കിട്ടിയപ്പോൾ രാജ്യസഭാ സീറ്റൊക്കെ കിട്ടിയപ്പോൾ CPIക്ക് മനം മാറ്റമുണ്ടായോ എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വലിയ തോൽവി ഉണ്ടായല്ലോ, അതായത് വലിയ കനത്ത തോൽവി. ആ തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ ഇനി കടന്നാക്രമിക്കേണ്ട എന്നാണ് ഇപ്പോൾ CPI നേതൃയോഗം തീരുമാനിച്ചിരിക്കുന്നത്. ജനം തോൽപ്പിച്ചു കഴിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇനി ആക്രമിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് CPI യോഗത്തിലെ വിമർശനം. തെറ്റ് ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ CPIക്ക് പിന്തുണ കിട്ടുമായിരുന്നു എന്നുകൂടി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടെ അന്നത് നേതാക്കൾ ചെയ്തില്ല എന്ന വിമർശനം കൂടി CPIയുടെ യോഗത്തിൽ ഉയരുകയും ചെയ്തു. ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല എന്ന വിമർശനം കൂടി ഉയർന്നു. തിരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്തുകൊണ്ടുള്ള ചർച്ചയിൽ പിണറായി വിജയനെതിരെ വിമർശനം ഉയർന്നിരുന്നു. രാജിവെക്കണമെന്ന് പറഞ്ഞിരുന്നു. സർക്കാരിനും അതിൻ്റെ തലവനായ മുഖ്യമന്ത്രിക്കുമെതിരെ ഉണ്ടായ വികാരമാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്നുകൂടി അവർ പറഞ്ഞു. എന്നാൽ ഇനിയും പിണറായിയെ ആക്രമിക്കാൻ പോയിട്ട് അർത്ഥമില്ല എന്നാണ് പറയുന്നത്. ജനമാണ് പിണറായിയെയും ഇടതുമുന്നണിയും തോൽപ്പിച്ചത്. ജനം തോൽപ്പിച്ചവരുടെ നെഞ്ചത്ത് വീണ്ടും കുത്തുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണ് എന്നതാണ് വിമർശകരടക്കമുള്ളവരുടെ പരിഹാസം. പിണറായി തെറ്റ് ചെയ്ത സമയത്ത് തിരുത്താൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിൽ CPIക്ക് കേരളത്തിലെ ഇടതുപക്ഷ അനുകൂലികളുടെ പിന്തുണ കിട്ടുമായിരുന്നു എന്നുകൂടി CPI പറയുന്നുണ്ട്. CPIM അണികളുടെയും പിന്തുണ CPIക്ക് ലഭിക്കുമായിരുന്നു, അതും ലഭിച്ചില്ല. അങ്ങനെയെങ്കിൽ പിണറായി തിരുത്തുകയും ചെയ്തേനെ എന്നുകൂടി പറയട്ടെ. തിരഞ്ഞെടുപ്പ് ഫലവും വ്യത്യസ്തമായനെ. പക്ഷേ ഇതൊന്നും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തൃശ്ശൂരിലെ അടക്കം തോൽവിക്ക് കാരണം CPM നേതാക്കളാണ് എന്നുള്ള കുറ്റപ്പെടുത്തൽ ഉയരുന്നുണ്ട്. EP ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയും ഫലത്തെ സ്വാധീനിച്ചതായിട്ടുള്ള വിമർശനം വളരെ കൃത്യമായി ഉണ്ടാകുന്നുണ്ട്. പോളിംഗ് ശതമാനം കുറയുന്നതിനും ഇത് കാരണമായി എന്നുള്ളതാണ്. ജനം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നേതാക്കൾക്ക് മനസ്സിലാകുന്നില്ല. ഒന്നുകിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ നേതാക്കൾ സമർത്ഥമായി കള്ളം പറയുകയാണ് എന്നുള്ള ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. ഫലം വിശദമായി അവലോകനം ചെയ്യാൻ ജില്ലാ ഘടകങ്ങളോട് ഇപ്പോൾ നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതിനുശേഷം വീണ്ടും 26-ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിൽ വിശദമായിട്ടുള്ളൊരു വിലയിരുത്തൽ നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. CPI മത്സരത്തിലുള്ള 4 സീറ്റുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടും ചർച്ചയായി. പ്രധാനമായിട്ടും നടന്നത് ആ ചർച്ചകൾ തന്നെയാണ്. രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട LDF ചർച്ചകളിൽ പങ്കെടുക്കേണ്ടിയിരുന്നതിനാൽ സെക്രട്ടറിയായിട്ടുള്ള ബിനോയ് വിശ്വത്തിന് കൂടുതൽ സമയം വിട്ടുകൊടുത്തുകൊണ്ട് ആ ചർച്ചകളിൽ പങ്കെടുക്കേണ്ടി വന്നു. വിശദമായ ചർച്ച അടുത്ത നിർവാഹക സമിതിയിലും കൗൺസിൽ യോഗങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനിടെയാണ് ഒരു വിഭാഗത്തിൻ്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് PP സുനീറിനെ രാജ്യസഭ അംഗമാക്കിയത്. സുനീറിന് ബദലായി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബുവിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടുവെങ്കിലും, അല്ലെങ്കിൽ മുല്ലക്കര രത്നാകരനാണ് പ്രകാശ് ബാബുവിൻ്റെ പേര് നിർദ്ദേശിച്ച, അതും പരിഗണനയ്ക്കെടുത്തില്ല. അസിസ്റ്റന്റ് സെക്രട്ടറി E ചന്ദ്രശേഖരൻ അതിനെ പിന്താങ്ങുകയും ചെയ്തു. മന്ത്രി GR അനിലും പിന്തുണച്ചു. സുനീറിന് തുണയായത് പക്ഷേ ന്യൂനപക്ഷ പരിഗണനയാണ്. കാരണം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ സുനീറിനെ രാജ്യസഭയിലേക്ക് അയക്കുവാൻ വേണ്ടിയിട്ടുള്ള ആലോചന അന്ന് നടന്നിരുന്നു. അതും ഈ നേതൃയോഗത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും സാധ്യമായ കാര്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ തിരഞ്ഞെടുപ്പ് ഘട്ടം കഴിഞ്ഞ് ഫലപ്രഖ്യാപനത്തിൻ്റെ അവലോകനം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ ധാർഷ്ട്യത്തിനെതിരെ CPIയുടെ ഭൂരിപക്ഷം വരുന്ന അംഗങ്ങളും വിമർശനാത്മകമായിട്ടുള്ള വസ്തുതകൾ നിരത്തി. വിമർശനങ്ങൾ കൊണ്ട് മൂടുകയായിരുന്നു മുഖ്യമന്ത്രി രാജിവെക്കുക, അല്ലെങ്കിൽ ആ തലസ്ഥാനം ഒഴിയുക എന്നതായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ ജനം തോൽപ്പിച്ചു കഴിഞ്ഞ ഈ നേതാവിനെ ഇനി നമ്മൾ എന്തിനാണ് വീണ്ടും തോൽപ്പിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വാദഗതികൾ കൂടി CPI പറയുന്നുണ്ട്. പക്ഷേ അത് CPIയും കേരള കോൺഗ്രസും തമ്മിലുള്ള ഒരു വടംവലി ഉണ്ടായിരുന്നല്ലോ രാജ്യസഭാ സീറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അവിടെ ഈ വല്യേട്ടൻ സ്വയം വിട്ടുവീഴ്ച ചെയ്ത് രണ്ടുപേർക്കും, കേരള കോൺഗ്രസിനും ഈ CPIക്കും രണ്ട് സീറ്റുകൾ ഓരോ സീറ്റുകൾ വീതം കൊടുക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയൊരു തീരുമാനത്തിലേക്ക് CPI എത്തുന്നത് വേണമെങ്കിൽ പറയാം. കാരണം അവർക്ക് ലഭിക്കേണ്ടിയിരുന്ന രാജ്യസഭാ സീറ്റ് കിട്ടിയെങ്കിൽ കൂടിയും ആ CPIക്കുള്ളിൽ മുറുമുറുപ്പ് തുടരുന്നുണ്ട്. പ്രകാശ് ബാബുവിന് നൽകേണ്ട സീറ്റ് സുനീറിന് കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. അത് വാദപ്രതിവാദങ്ങളിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും ഇടതുപക്ഷത്തിനുള്ളിൽ കനലെരിയുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് CPMഉം CPIയും തമ്മിൽ തന്നെയും, CPMഉം CPMഉം തമ്മിൽ തന്നെയും, CPIയും CPIയും തമ്മിൽ തന്നെയും അങ്ങനെ കനലെരിയുന്നുണ്ട് അവരുടെ ഉള്ളുകളിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അണികൾക്ക് ഈ CPIയോടും അല്ലെങ്കിൽ CPMനോടുമുള്ള നേതാക്കളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. CPMലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനടക്കം അവിശ്വാസത്തിലെടുക്കേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് നേതാക്കന്മാരും ഒപ്പം തന്നെ അണികളും എത്തിയിരിക്കുന്നു എന്ന് പറയാം. അതേപോലെ തന്നെയാണ് CPIയുടെ നിലപാടുകളിൽ വിശ്വാസ്യതയില്ലാതെ അണികൾ പിന്മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ, അത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിലും, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ചില നേട്ടങ്ങൾ കൊയ്തേക്കാം. പക്ഷേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അടപടലം CPMഉം ഇടതുപക്ഷ മുന്നണിയും പൂട്ടിപ്പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തകർന്ന് തരിപ്പണമാകുമെന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്
കേരള കോൺഗ്രസ് എമ്മിനെയും CPI-യും അനുനയിപ്പിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് CPM എത്തിയത് എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ അനുമാനിക്കുകയും ചെയ്യാം. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആടാപാടാലം ഇടതു മുന്നണി തോൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.